Okay, ma'am. Good evening, all. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. നമുക്ക് ഇന്ന് റീഡിങ്ങിന്റെ കുറച്ച് ടിപ്സ് നോക്കിയാലോ? റെഡിയാണോ എല്ലാരും? Yes, ma'am. Okay. എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ മൈസെൽഫ് സുപ്രി രാജേഷ്, റീഡിംഗ് ട്യൂട്ടർ ആണ് ജെയ്സൺസ് അക്കാഡമിയില്. നമുക്ക് റീഡിങ്ങില് എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന, അതായത് OET-യിൽ എല്ലാവർക്കും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു മൊഡ്യൂളാണ് റീഡിങ്. അപ്പൊ റീഡിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ട് വരുന്നത് എന്താണ്? ആ എലിമിനേഷൻ മെത്തേഡ്സ് ആണ്. അപ്പൊ നമുക്ക് എലിമിനേഷൻ മെത്തേഡ്സിൽ കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എലിമിനേഷൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ നോട്ട് ചെയ്തോ. അബ്സല്യൂട്ടിസ്റ്റ് വേഴ്സ് AB SO LUTIST അബ്സല്യൂട്ടിസ്റ്റ് വേഴ്സ് നോട്ട് ചെയ്തോ? Yes, ma'am. ഓക്കെ. നമുക്ക് നമ്മുടെ ഇതിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നമുക്ക് OET റീഡിങ്ങിൽ അതായത് ഓപ്ഷൻസിൽ വരുന്ന കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞു തരാം. അത് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എഴുതിക്കോ താഴെയായിട്ട്. ഓൺലി ONLY ഓൺലി, നൺ NONE നൺ, ജസ്റ്റ് JUST ജസ്റ്റ്, മസ്റ്റ് MUST മസ്റ്റ്, every never NEVER never, ever EVER ever, absolutely definitely, constant, completely, എന്താ മാഡം അതിന് പറഞ്ഞ? ഡെഫിനറ്റ്ലി കേട്ടില്ലടാ എന്താ പറഞ്ഞേ? ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി, കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് all ALL all, none NON കേട്ടില്ല. none, all ALL all, ലാസ്റ്റ് കംപ്ലീറ്റ്. കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ട് ഓൾ ആണ്. കോൺസ്റ്റന്റ് എഴുതിയോ സന്ധ്യ? കോൺസ്റ്റന്റ് എഴുതി, കംപ്ലീറ്റ്ലി എഴുതി മാം. അടുത്തത് ഓൾ ALL all, none NON none, always these are the absolutist words. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അബ്സല്യൂട്ടിസ്റ്റ് വേർഡ്സിൽ. നമുക്ക് പാർട്ട് B ആൻഡ് Cയിൽ ഈ അബ്സല്യൂട്ടിസ്റ്റ് വേർഡ്സ് വരുന്ന ഒരു ഓപ്ഷൻ വന്നാൽ അത് എപ്പോഴും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആ ഒരു ആൻസർ റോങ് ആയിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണിച്ചു തരാം, 1-2 എക്സാമ്പിൾ. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് വരുന്നത്, അതായത് ഈ ഒരു അബ്സല്യൂട്ടിസ്റ്റ് വേർഡ്സിൽ കോമൺ ആയിട്ട് നമ്മുടെ പാരഗ്രാഫ് ഓപ്ഷൻ ആയിട്ട് വരുന്ന വേർഡ്സ് ഓൺലി വരാറുണ്ട്, ഓൾ വരാറുണ്ട്, കോൺസ്റ്റന്റ്, ഇതൊക്കെ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു വേർഡ് കണ്ട ഉടനെ ഓടിപ്പോയി എലിമിനേറ്റ് ചെയ്യരുത്. ഇങ്ങനെ ഒരു വേർഡ് വന്നു കഴിഞ്ഞാല് നിങ്ങൾ ആ പാരഗ്രാഫിൽ ആ ഒരു സെന്റൻസുമായിട്ട് ഒന്നുകൂടി റീചെക്ക് ചെയ്യുക. സെന്റൻസിൽ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടോ? 90% ഇങ്ങനെ ഒരു വേർഡ് വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എങ്കിലും ഒന്നും കൂടി റീചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ നീ പറഞ്ഞത്? ഓക്കെ, നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? അപ്പോ ഇത്രയും പറഞ്ഞ കാര്യത്തില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ബി പാർട്ടിലാണോ സി പാർട്ടിലാണോ? രണ്ടിലും ബി പാർട്ടിലും സി പാർട്ടിലും നമുക്ക് യൂസ് ചെയ്യാമേ. രണ്ട് ടെക്സ്റ്റിലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, വേർഡാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിക്കാം, എല്ലാവരും നോക്കിക്കോളണേ.
ഒരു സെക്കൻഡ് ഞാൻ എടുത്തോട്ടെ. ഓക്കെ, ഇവിടെ ഞാനൊരു അബ്സല്യൂട്ടിസ്റ്റ് വേർഡ് വരുന്ന ഒരു ഓപ്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോണത്. ഇവിടെ 18th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിയേ, ഇൻ ദ തേർഡ് പാരഗ്രാഫ് പ്രൊഫസർ കോഡ് സേസ് ദാറ്റ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. തേർഡ് പാരഗ്രാഫിൽ ട്രീറ്റ്മെന്റ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പ്രൊഫസർ പറയുന്നത്. ഇവിടെ ഓപ്ഷൻ എ കണ്ടല്ലോ നിങ്ങൾ, ടു ഓൾ പേഷ്യൻസ് ബേസ്ഡ് ഓൺ സിസ്റ്റം മെറിറ്റ്. ഈ ഓൾ എന്താണ്? ഓൾ എന്ന് പറയുന്ന വേർഡ് അവിടെ അബ്സല്യൂട്ടിസ്റ്റ് വേർഡ് ആണ് അല്ലെ? അപ്പൊ നമുക്കത് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ആ തേർഡ് പാരഗ്രാഫിലോട്ട് പോവാം നമുക്ക്. ഓക്കെ, ഇവിടെയാണ് ആ ഒരു തേർഡ് പാരഗ്രാഫ് പറയുന്നത്. സ്മോക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പാരഗ്രാഫില് വേർഡ് smoke experience abdominal wall site necrosis compared with 1% of non-smokers. These results are obviously significant. He believes that it's much better that prioritization occurs on the basis of good evidence rather than on a whim or some political influence. അപ്പോൾ ആ ഒരു ആള് ബിലീവ് ചെയ്യുന്ന എന്താണ്? പ്രയോറിറ്റൈസേഷൻ നമ്മൾ എങ്ങനെ ചെയ്യണം? ഓൺ ദ ബേസിസ് ഓഫ് ഗുഡ് എവിഡൻസ്. ഗുഡ് എവിഡൻസിന്റെ ബേസിസിൽ വേണം നമ്മൾ പ്രയോറിറ്റൈസേഷൻ ചെയ്യാൻ, അല്ലാതെ ഓൺ എ വിം. ഓൺ എ വിം മീൻസ് എന്താണ്? വിം എന്ന് പറയുമ്പോൾ സഡൻ ഡിസയർ, അല്ലെങ്കിൽ ഒരു നമുക്ക് താല്പര്യമുള്ള ആളെ നമ്മൾ സെലക്ട് ചെയ്യാതെ, അപ്പൊ അങ്ങനെ പറയാം ഓൺ എ വിം. അല്ലെങ്കിൽ സം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ ബേസിൽ നമ്മൾ ഒരിക്കലും പ്രയോറിറ്റൈസേഷൻ കൊടുക്കരുത്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? on the basis of good evidence. If there was a healthcare system that had everything patient need and want immediately, അപ്പോൾ അവിടെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഉണ്ടെങ്കിൽ പേഷ്യൻസിന് എല്ലാം ആവശ്യമാണ്, want immediately, there would not be a problem. But we don't have that. അതായത് നമുക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റൈസേഷൻ സിസ്റ്റം ഇല്ല ഇവിടെ. ആസ് ഫാർ ഐ ആം അവെയർ നോ കൺട്രി ട്രൂലി ഡസ്. അപ്പൊ അതുപോലെ തന്നെ ആൾ അവെയർ ആണ്, ഒരു കൺട്രിയിലും ഇങ്ങനെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഇല്ല. You have to determine priorities, Peter says. അപ്പൊ ഇതാണ് തേർഡ് പാരഗ്രാഫ് നമുക്ക് മെൻഷൻ ചെയ്തേക്കുന്നത്. ഇനി ഓപ്ഷൻസിലോട്ട് പോവാം. ഓപ്ഷൻ എ നോക്ക്, ടു ഓൾ പേഷ്യൻസ് ബേസ്ഡ് ഓൺ എ സിസ്റ്റം മെറിറ്റ്. ഇവിടെ പറയുന്നുണ്ടോ എല്ലാ പേഷ്യൻസും സിസ്റ്റം മെറിറ്റിലാണ് കൊടുക്കേണ്ടതെന്ന്, പ്രയോറിറ്റൈസേഷൻ കൊടുക്കേണ്ടതെന്ന്? ഇല്ല. നമുക്ക് സെക്കൻഡ് ലൈനിൽ പറയുന്നത് ഹി ബിലീവ് ദാറ്റ് ഇറ്റ്സ് മച്ച് ബെറ്റർ ദാറ്റ് ദ പ്രയോറിറ്റൈസേഷൻ ഒക്കേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഗുഡ് എവിഡൻസ് rather than a whim or some political influence. അപ്പൊ നമ്മളിവിടെ എന്ത് വന്നു? ആ ഒരു അബ്സല്യൂട്ടിസ്റ്റ് വേർഡ് ആയ ഓൾ വന്ന ഓപ്ഷൻ നമ്മൾ ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിലും അബ്സല്യൂട്ടിസ്റ്റ് വേർഡ് വരുന്നിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും അത് റോങ് ആയിരിക്കും. നമുക്കത് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഇനി അതിന്റെ നെക്സ്റ്റ് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പറഞ്ഞു പോവാം. എന്തായാലും നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് അക്കോർഡിംഗ് ടു ദ നെസസറി ഓഫ് ദ ഇൻഡിവിജ്വൽ പേഷ്യന്റ്. അതായത് പേഷ്യന്റിന്റെ നെസസറി അനുസരിച്ച്, അതല്ലേ നമുക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തിന്റെ ഒരു ഗുഡ് എവിഡൻസിന്റെ ബേസിൽ വേണം നമ്മൾ പേഷ്യന്റിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ. ഒരിക്കലും ഓൺ എ വിം, അതായത് ഒരു സഡൻ ഡിസയറിന്റെയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ ബേസിലോ പേഷ്യന്റിനെ നമ്മൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എടുത്തൂടെ ബീറ്റ ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി? ഇവിടെ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. റിഗാർഡ്ലെസ് ഓഫ് എ പേഷ്യൻസ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിന്റെ കാര്യങ്ങളൊന്നും ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല. Then delta, once a patient has reduced their intake of cigarette intake reduce ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെയും ഒരു പോയിന്റ് പറയുന്നില്ല അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞ ആ ഒരു വേർഡ് വെച്ച് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാന്ന് അബ്സല്യൂട്ടിസ്റ്റ് വേർഡ്സിന്റെ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും അല്ലെ? ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചിരുന്നാ പോരെ? ശരി. നെക്സ്റ്റ് വരുന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു 12th ക്വസ്റ്റ്യൻ നോക്കാമേ. നോക്ക്, ദ പ്രസൻസ് ഓഫ് ആസ്ബെസ്റ്റോസ് ഇൻ ഓസ്ട്രേലിയൻ ഹോംസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഇവിടെ അബ്സല്യൂട്ടിസ്റ്റ് വേർഡ് വരുന്നത് ഓപ്ഷൻ ബിയിലാണ്. ഈസ് ഓൺലി എ കൺസേൺ ഇൻ ഹൗസസ് ദാറ്റ് ആർ ടു ബി റിനോവേറ്റഡ്. അതായത് റിനോവേറ്റഡ് ഹൗസസിന് മാത്രമാണ് കൺസേൺ ഉള്ളതെന്ന്. അവിടെ ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്? ഓസ്ട്രേലിയൻ ഹോംസിൽ ആസ്ബറ്റോസ് പ്രസൻസ് ആണ്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഞാനൊരു പാരഗ്രാഫ് കാണിച്ചാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ? സിക്സ്ത് പാരഗ്രാഫിനാണ് നമുക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യുന്നത്. നോക്കട്ടെ, 1 2 3 4 5 6. ഓക്കെ, ആ ഒരു ഞാൻ നോട്ട് ചെയ്യാം. ദ ഇൻഡസ്ട്രിയൽ യൂസ് എന്ന് പറയുന്ന പാരഗ്രാഫിന് ഞാൻ വായിക്കാം പാരഗ്രാഫ്, നിങ്ങൾ എലിമിനേറ്റ് ചെയ്താൽ മതിയേ. ഓക്കെ, ദ ഇൻഡസ്ട്രിയൽ യൂസ് ഓഫ് ആസ്ബറ്റോസ് വാസ് ബാൻഡ് ഇൻ ഓസ്ട്രേലിയ ബൈ 2003. അപ്പോ ഓസ്ട്രേലിയയില് 2003 ആസ്ബറ്റോസിന്റെ ഇൻഡസ്ട്രിയൽ യൂസ് ബാൻ ചെയ്തു. But not before its widespread use left a legacy on inside situ asbestos in our built environment. Currently, about 1/3 of Australian homes contain asbestos. So, ഇപ്പോഴും എന്താണ്, ഒരു 1/3 of Australian homes'ല് asbestos ഉണ്ട്. Mostly in the form of bonded asbestos cement materials. അപ്പൊ കൂടുതലും ഈ ഒരു സിമെന്റ് മെറ്റീരിയൽസിന്റെ രീതിയിലാണ് ഹോംസിൽ ആസ്ബറ്റോസ് പ്രസന്റ് ആയിട്ടുള്ളത്. ജനറലി സ്പീക്കിംഗ്, ഹൗസസ് ബിൽറ്റ് ബിഫോർ 1987 ആർ ലൈക്ലി ടു കണ്ടെയ്ൻ ആസ്ബറ്റോസ്. ജനറലി പറയുവാണെങ്കിൽ 1987 മുന്നേ ബിൽറ്റ് ചെയ്ത ഹൗസസിലാണ് ആസ്ബറ്റോസ് ഉള്ളത്. എസ്പെഷ്യലി ഇൻ ദ ഈവ്സ്. കൂടുതലായിട്ട് എവിടെയൊക്കെയാണ് ഈവ്സ്? ഈവ്സ് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ്, ഒരു ടൈപ്പ് ബിൽഡിങ്ങിന് പറയുന്ന പേരാണ് ഈവ്സ്. പിന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ വാൾ ക്ലാഡിങ്, അതായത് വാൾ ക്ലാഡിങ് നമ്മുടെ ചുവരിലെ ഭിത്തീസിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സീലിങ്സ്, അത് കഴിഞ്ഞ് ഫെൻസസ്. ഫെൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബിൽഡിംഗ് തന്നെയാണ് അല്ലെ. അതായത് ബാരിയർ, നമ്മുടെ അവിടെയൊക്കെ പുറത്തോട്ടുള്ള സ്ഥലത്ത് വീടുകളിലൊക്കെ ഈ മതിലിന് പകരം നമ്മൾ മറ്റേ ഒരു സംഭവം വെക്കാറില്ലേ, ക്രോസ് ചെയ്ത് അതിനെയാണ് ഫെൻസസ് എന്ന് പറയുന്നത് കേട്ടോ. ഗേറ്റ് മതിലല്ല, അതിന് പകരം ക്രോസ് ചെയ്ത് സ്ക്വയർ ടൈപ്പിൽ വെക്കും, അതാണ് ഫെൻസസ്. അപ്പൊ അവിടേക്കാണ് മെയിൻ ആയിട്ടും ഈ ഒരു മെറ്റീരിയൽ കാണപ്പെടുന്നത്. കോഷൻ മസ്റ്റ് ബി എക്സസൈസ് ഇഫ് ദീസ് ഹൗസസ് ആർ ടു ബി റിനോവേറ്റഡ്. അപ്പൊ ഈ ഹൗസസ് റിനോവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ മസ്റ്റ് ആയിട്ടും കോഷൻ എടുക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. ഓക്കെ, മീനിങ്സ് ഒക്കെ ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? 12th ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ നോക്കാം. Was eliminated after a ban on the industrial use of asbestos from 2003. എങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണോ? പാരഗ്രാഫ് കാണിക്കാം. എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? By 2003. അതായത് ഒന്നിട്ട് നോക്കിക്കോ. ഓപ്ഷൻ ഇങ്ങനെയാണ് പറയുന്നത്. വാസ് എലിമിനേറ്റഡ്, അതായത് ദ പ്രസൻസ് ഓഫ് ആസ്ബറ്റോസ് ഇൻ ഓസ്ട്രേലിയൻ ഹോംസ് വാസ് എലിമിനേറ്റഡ് ആഫ്റ്റർ എ ബാൻ ഓൺ ദ ഇൻഡസ്ട്രിയൽ യൂസ് ഓഫ് ആസ്ബറ്റോസിസ് ഫ്രം 2003. അതായത് 2003 ആ ഒരു ഇൻഡസ്ട്രിയൽ യൂസ് ബാൻ ചെയ്തതിന് ശേഷം ആ ആസ്ബറ്റോസിസ് ഉള്ള ഓസ്ട്രേലിയൻ ഹോംസ് എലിമിനേറ്റ് ചെയ്തു എന്ന്. അങ്ങനെയല്ലേ മീനിങ് പറയുന്നേ? ചെയ്തോ? അതായത് ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് ഓസ്ട്രേലിയൻ ഹോംസ് ഓസ്ട്രേലിയയിൽ 2003 എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ യൂസ് ബാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട് എന്താണ്? ഇപ്പോഴും 1/3 ഓഫ് ഓസ്ട്രേലിയ അബൌട്ട് 1/3 ഓഫ് ഓസ്ട്രേലിയൻ ഹൗസസിൽ ആസ്ബറ്റോസ് ഉണ്ട്. അപ്പം ഓസ്ട്രേലിയൻ ഹൗസസ് എലിമിനേറ്റ് ചെയ്തോ? ഇല്ല. നമുക്ക് ആ ഓപ്ഷൻ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു ഇല്ലേ? Then ബി നോക്കാം. ഈസ് ഓൺലി എ കൺസേൺ ഇൻ ഹൗസസ് ദാറ്റ് ആർ ടു ബി റിനോവേറ്റഡ്. അവിടെ അബ്സല്യൂട്ടിസ്റ്റ് വേർഡ് വന്നിട്ടുണ്ട്, ഓൺലി. അപ്പൊ എന്താ പറയുന്നത്? ഇത് റിനോവേറ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ ഒരു കൺസേൺ ഉണ്ടാകുന്നതെന്ന്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് കൺസേണിന്റെ കാര്യത്തില്? ഓക്കെ, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞേ. ഇപ്പോഴും റിനോവേറ്റ് ചെയ്യേണ്ട ടൈമില്
അതെ, നമ്മള് ആ ഒരു ഹൗസസ് റിനോവേറ്റ് ചെയ്യുന്ന ടൈമിൽ ഉറപ്പായും എന്തെടുക്കുക, കോഷൻ എടുക്കുക. അല്ലാതെ നമ്മള് കൺസേൺ ഉള്ളത് റിനോവേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കൺസേൺ ഉള്ളത് എന്ന് പറയുന്നില്ല, അല്ലേ? only a concern is in houses that are to be renovated ചെയ്യുമ്പോൾ മാത്രമാണ് അവിടുത്തെ കൺസേൺ എന്ന് കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അബ്സല്യൂട്ടിസ്റ്റ് വേർഡ് ഉള്ള only എന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. മനസ്സിലായോ? Then see നോക്ക്, left a legacy of using asbestos in the construction industry. അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ആസ്ബറ്റോസിസ് യൂസ് ചെയ്യാൻ ഒരു ലീഗസി ലെഫ്റ്റ് ആയിന്ന് അത് പറയുന്നുണ്ട്, അല്ലെ? ഫസ്റ്റ് ലൈനില് 2003 എന്ത് ചെയ്തു? ഓസ്ട്രേലിയയില് ആസ്ബറ്റോസ് ബാൻ ചെയ്തു. പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ കോറിലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ആസ്ബറ്റോസിസ് ഓസ്ട്രേലിയൻ ഹോംസിലെ പ്രസൻസിനെ പറ്റിയിട്ടാണ്. ക്വസ്റ്റ്യനായിട്ട് കോറിലേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ സി എന്താണ്? മാച്ചിങ് അല്ല, റോങ് ആണ്. അത് നമ്മൾ ഇനി ഡി, ഈസ് മോസ്റ്റ് ലൈക്ലി ഇഫ് ദ ഹോം വാസ് കൺസ്ട്രക്റ്റഡ് പ്രയോർ ടു 1987. അതായത് 1987 മുന്നേ കൺസ്ട്രക്ട് ചെയ്ത ഹോംസിലാണ് ആസ്ബറ്റോസിസ് പ്രസന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്, അല്ലേ? നമുക്ക് എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്തെടുക്കാം ആൻസർ? Generally speaking, houses built before 1987 are likely to contain asbestos. Yes. Third line പറയുന്നുണ്ട്, generally speaking, houses built before 1987 are likely to contain asbestos, especially in the caves, external and internal wall cladding, ceilings and fences. 1987 മുന്നേ ബിൽഡ് ചെയ്ത ബിൽഡിംഗ് ഹോംസിലൊക്കെയാണ്, ഹൗസസിലൊക്കെയാണ് ഇപ്പോൾ ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡി ആൻസർ ആയിട്ട് എടുക്കാം, അല്ലെ? ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഒരു അബ്സല്യൂട്ടിസ്റ്റ് വേർഡ് പറഞ്ഞു വെച്ച് എലിമിനേറ്റ് ചെയ്യുന്നതില്? ക്ലിയർ ആണോ? ഇനി ഒരു എക്സാമ്പിൾ വല്ലതും നോക്കണോ? വേണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇന്ന് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ നമുക്ക് ക്ലിയർ ചെയ്യാം. മാം അബ്സല്യൂട്ടിസ്റ്റ് വേർഡ്സിൽ മാം ഓൾ നൺ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഏതാ പറഞ്ഞത്? ഓൾവേസ് കഴിഞ്ഞിട്ട് ഓൾവേസ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോ ഇപ്പൊ only അല്ലെങ്കിൽ ഓൾ എന്ന വേർഡ് കണ്ട ഉടനെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യരുത്. അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണെന്ന് മൈൻഡിൽ വെച്ചിട്ട് ഒന്നും കൂടി ആ സെന്റൻസും പാരഗ്രാഫിലെ ആ സെന്റൻസോട് റീചെക്ക് ചെയ്യണം. എന്നിട്ട് മാത്രമേ എലിമിനേറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ കാര്യത്തില്? അപ്പൊ നിങ്ങൾ മൈൻഡിൽ വെച്ചോ, അബ്സല്യൂട്ടിസ്റ്റ് വേർഡ്സ് വരുന്ന ഒരു ഓപ്ഷൻ നമുക്ക് പാരഗ്രാഫില് ഒരു ഓപ്ഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അത് എപ്പോഴും റോങ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ആയിരിക്കും. ഓക്കെ, വേറെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ റീഡിങ്ങില്? ഇല്ല, ക്ലിയർ ആണ്. നീറ്റ, സന്ധ്യ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ജെയ്സൺസ് അക്കാഡമി. Jason's Academy, joy for learning.